Meet the editors. വീണ്ടും ശ്രീ പോരും. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി. പി ആർ സുനിൽ, ഗുഡ് ഈവനിങ്. പി ആർ സുനിൽ, ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കൂ. ഇടതുമുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, ഒന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി, മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുതിർന്ന CPM നേതാവ് ശിവൻകുട്ടി. ഇവർ രണ്ടുപേരും PMCയെ ചൊല്ലി കൊമ്പ് കോർക്കുന്നതാണ് കണ്ടത്. ഒളിയമ്പായിരുന്നുവെങ്കിലും ആ അമ്പ ആർക്കെതിരെയാണ് എന്നുള്ളത് രാവിലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ച ഉടനെ എല്ലാവർക്കും മനസ്സിലായി. ബിനോയ് വിശ്വം വന്ന് അതിന് മറുപടിയും നൽകി. PM-ൽ പോരാണോ വീണ്ടും? PM-ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിൽ CPIM വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു നിലപാട് നേരത്തെ എടുത്തിട്ടുണ്ട്. അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായ ഒരു നീക്കമാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വലിയ വിവാദമായി. CPI അതിന് ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നു. പിന്നീട് ഇത് മന്ത്രിസഭയിൽ 2 തവണ CPI ഉന്നയിച്ചതാണ്. അതിനുശേഷം LDF-ൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാം എന്ന് സർക്കാർ ഉറപ്പ് നൽകി. പക്ഷേ LDF-ൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടായില്ല. അതിനിടയിലാണ് ആരും അറിയാതെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്ന ഒരു തീരുമാനമുണ്ടായത്, ഒരു നടപടി ഉണ്ടായത്, ഒരു നീക്കമുണ്ടായത്. അതാണല്ലോ വലിയൊരു പൊട്ടിത്തെറിയായി മാറിയത്. പിന്നീട് CPI പരസ്യമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പിന്നെ സമവായ ചർച്ചകളായിരുന്നു. ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു. PM-ശ്രീ പദ്ധതി തൽക്കാലം മരവിപ്പിക്കുക. ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. ആ സമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നതായിരുന്നു പിന്നീട് സർക്കാർ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി അക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നേരത്തെ നമ്മൾ മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടല്ലോ. അപ്പോൾ അതോടുകൂടി ഇത് തീരേണ്ടതാണ്. കാരണം സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിനകത്ത് ഒരു യോജിപ്പില്ലായ്മ ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല. ഇടതുപക്ഷം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇത് വീണ്ടും ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണത്തിൽ നിന്നാണ് അത് വീണ്ടും തുടങ്ങുന്നത്. മാധ്യമപ്രവർത്തകർ ബിനോയ് വിശ്വത്തോട് ചോദിക്കുന്നു, ഈ PM-ശ്രീയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പുതിയ നിലപാട് കേന്ദ്രത്തെ അറിയിച്ചുകൊണ്ട് കത്ത് അയച്ചിട്ടില്ലല്ലോ. അപ്പോൾ ബിനോയ് വിശ്വം അതിന് മറുപടി നൽകുകയാണ്, കത്ത് അയച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ കാണാം. അങ്ങനെ ഒരു മറുപടി കഴിഞ്ഞ ദിവസം നൽകുന്നു. ഇന്ന് രാവിലെ മന്ത്രി V ശിവൻകുട്ടി പറയുന്നു, ഈ SSA ഫണ്ട് കിട്ടാതിരുന്നാൽ അതിന്റെ ഉത്തരവാദി ഞാനല്ല എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് CPIക്കുള്ളൊരു അടിയാണ് എന്ന് CPIക്ക് വിലയിരുത്താം. എല്ലാവർക്കും അങ്ങനെ തോന്നാം. അതിന് വളരെ ശക്തമായി തന്നെ ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി വരുന്നു. സ്വാഭാവികമായും LDF-നകത്ത് വീണ്ടും PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നു. കാരണം മന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയും തമ്മിൽ പരസ്പരം എതിർത്തുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഏതായാലും PM-ശ്രീയുമായി ബന്ധപ്പെട്ട് CPM സ്വീകരിച്ച നിലപാട് CPM-ന്റെ ദേശീയ നിലപാടിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് CPI കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ടൊരു തീരുമാനം ഇക്കാര്യത്തിൽ എടുത്തപ്പോൾ CPM-ന് അത് അംഗീകരിക്കേണ്ടി വന്നത്. അത് അംഗീകരിച്ചില്ല എങ്കിൽ രാഷ്ട്രീയമായി അത് CPM-ന് ഗുണം ചെയ്യാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു. കാരണം നമുക്കറിയാലോ, സംസ്ഥാനത്ത് CPIM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാര സജീവമാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് വലിയ ആരോപണമായി ഉന്നയിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രചരണമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമുണ്ടായത് CPM-ന്റെ സഹായത്തോടെയാണ് എന്നതാണ് വലിയ ആരോപണമായി കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയമായി CPIM ദേശീയ നേതൃത്വം എതിർക്കുന്ന PM-ശ്രീ പദ്ധതി ഒപ്പുവയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് CPIM ഭരിക്കുന്ന സർക്കാർ പോകുന്നത്. അതും LDF-ൽ ചർച്ച ചെയ്യാതെ CPIയുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കെ CPIയോട് ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞ ശേഷമാണ് ആ ചർച്ച ചെയ്യാതെ പോയി ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ അനാവശ്യമായൊരു നീക്കമായി പോയി. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനത് പിൻവലിക്കേണ്ടി വന്നത്. ഏതായാലും ഇപ്പോൾ ഒരുപാട് വൈകിയെങ്കിലും ഇന്നലെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചുകൊണ്ടുള്ള കത്ത് കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ആശങ്ക എന്നത് ഈ SSA ഫണ്ട് വൈകുമോ എന്നതാണ്. ആ ഒരു ആശങ്കയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് മന്ത്രി V ശിവൻകുട്ടി ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മന്ത്രി V ശിവൻകുട്ടി ദില്ലിയിൽ എത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ഈ ഫണ്ട് എത്രയും വേഗം
അനുവദിക്കണം എന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അനുവദിക്കുന്ന കാര്യത്തിൽ നടപടി സ്വീകരിക്കാം എന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ കേരള സർക്കാർ എടുത്തിട്ടുള്ള ഒരു തീരുമാനം കൊണ്ട് ആ ഫണ്ട് തടഞ്ഞു വെക്കുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഏതായാലും അവിടെ നിന്ന് പിന്നെ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് നമുക്കറിയില്ല. ഏതായാലും അനാവശ്യമായ പ്രതികരണങ്ങളായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒറ്റക്കെട്ടായി CPI-യും CPM-ഉം ഈ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. ഇവിടെ ഈ SSA ഫണ്ട് നേടിയെടുക്കുക എന്നത് ആവശ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ഇനിയിപ്പോൾ ഈ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് ഒരു നിലപാട് അറിയിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഈ സ്പെഷ്യൽ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജനുവരി മാസത്തിനകം അന്തിമ തീരുമാനമെടുക്കണം, നിയമനം പൂർത്തിയാക്കണം, എഡ്യൂക്കേറ്റേഴ്സിനെ നിയമിക്കണം എന്നൊക്കെ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫണ്ടില്ല എന്നതായിരുന്നു കേരള സർക്കാരിന്റെ ഇക്കാര്യത്തിലെ ഒരു പ്രതികരണം. ഫണ്ട് അനുവദിക്കാം എന്ന് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഇവരെയൊക്കെ തന്നെ നിയമിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കൂടി CPM-ന്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നത് കേന്ദ്ര സർക്കാർ ഒരു വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നു, ആ നയം രാഷ്ട്രീയമായി അംഗീകരിക്കാനാകാത്തത് എന്നൊരു നിലപാട് സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് മറ്റൊരു ഫണ്ട് കിട്ടാനായി ഈ ഒരു നയം നടപ്പാക്കുന്ന തീരുമാനത്തിലേക്ക് CPI-എം പോകുന്നത് തീർച്ചയായും രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല. അപ്പോൾ CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നട്ടെല്ല് വളയ്ക്കലായി എന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ അത് കേൾക്കേണ്ടി വരും CPM-ന്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. CPM എന്നവർ പറയുന്ന പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും പൊരുതിയും പോരാടിയും തന്നെയാണ് ഈ പാർട്ടി എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ പുന്നപ്ര വയലാർ സമരം നടന്നത്, പുന്നപ്ര വയലാർ സമരം മുതൽ കേരളം കണ്ടിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളും, ഇന്ത്യ കണ്ടിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളിലുമൊക്കെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ നിലയുറപ്പിച്ചിട്ടുള്ളത് പൊരുതി തന്നെയാണ്. ഇത്തരം നിലപാടുകളെ ശക്തമായി നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാതെ ഒരു തെറ്റായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു ചരിത്രമില്ല. അപ്പോൾ അവിടെ ഒരു തെറ്റായ രീതി ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ CPI-എം എടുത്തു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് CPM-ന് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നത്. അത് തീർന്നതാണ്. ഇനി അത് വീണ്ടും കുത്തിപ്പോക്കി ഒരു അനാവശ്യ വിവാദമാക്കി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം PM ശ്രീയിൽ ഒരു തവണ ഒപ്പിട്ടാൽ പിന്നീട് PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനാകില്ല എന്നൊക്കെയാണ് ഈ MOU-യിൽ ഉള്ളത് എന്ന് പറയുന്നു. പക്ഷേ ഒരു സംസ്ഥാനത്തിന് സ്വതന്ത്രമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ കേന്ദ്ര സർക്കാരിന് അതിനെ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പഞ്ചാബ് സർക്കാർ ആദ്യം ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു. അവിടുത്തെ ആദ്യ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത്. പിന്നീട് അത് ആം ആദ്മി പാർട്ടി വന്നപ്പോൾ അത് നടപ്പാക്കേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും ഇപ്പോൾ കേരളത്തോട് ചെയ്യുന്ന പോലെ തന്നെ അവിടുത്തെ SSA ഫണ്ട് തടഞ്ഞു വെച്ചു. പക്ഷേ ആ ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ വീണ്ടും ആം ആദ്മി പാർട്ടി സർക്കാർ വീണ്ടും ഈ ഒരു PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയി. പക്ഷേ ഈ ഫണ്ട് കിട്ടുക എന്നത് മാത്രമല്ലല്ലോ, ഒരു രാഷ്ട്രീയ നിലപാട് വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളൊരു പദ്ധതി തന്നെ നടപ്പാക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ എടുത്തിട്ടുള്ള സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഒന്നാം UPA സർക്കാരിന് പിന്തുണ നൽകുമ്പോൾ അന്ന് തയ്യാറാക്കിയ കോമൺ മിനിമം പരിപാടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. അന്ന് ഇടതുപക്ഷം ആ സർക്കാരിന്റെ ഭാഗമായി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പല പ്രധാനപ്പെട്ട പദ്ധതികളും അന്ന് നടപ്പാക്കാൻ കഴിഞ്ഞതും അന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതുമൊക്കെ. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്യാവശ്യമാണ്. ആ രാഷ്ട്രീയം ഇത്തരം വിഷയങ്ങളോട് ശക്തമായി പൊരുതി നിൽക്കുക തന്നെ വേണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അനാവശ്യ വിവാദമുണ്ടാക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPI-യും CPM-ഉം ഒക്കെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും നമ്മളൊരു പണം കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ബിനോയ് വിശ്വം പറയുന്നത് പോലെ ഈ വയനാട്ടിൽ അവിടെ പുനരധിവാസ പ്രവർത്തനത്തിന് കേന്ദ്രം നൽകേണ്ട പണം ഇതുവരെ നൽകിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായ സമയത്ത് വന്നതാണ്. മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായ സമയത്ത് പ്രധാനമന്ത്രി സന്ദർശിച്ചതാണ്. അദ്ദേഹം നേരിട്ട് കണ്ടതാണ് അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്നത്. അപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ട് തിരിച്ചുപോയ ശേഷം ഇന്നേ വരെ അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസ പ്രവർത്തനത്തിന് ഒരു പൈസ പോലും നൽകാത്തൊരു സാഹചര്യമുണ്ട്. നൽകിയ പൈസയാണെങ്കിൽ അതൊരു വായ്പയാണ്. പിന്നീട് അതിനുശേഷം നൽകിയതും ചെറിയൊരു തുക മാത്രമാണ്. അതുകൊണ്ട് അവരുടെ പുനരധിവാസ
പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം എത്ര മനുഷ്യരാണ് തെരുവിൽ ജീവിക്കുന്നത്, എത്ര മനുഷ്യരാണ് അതിൽ ദുരന്തത്തിലായത്. അപ്പോൾ അവരെ കൂടി സഹായിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ, നമുക്കറിയാം പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ഇതേ സമീപനമാണ്. എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയും പരമാവധി സാമ്പത്തികമായി ഞെരുക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതിനിപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും, തമിഴ്നാട് അതിനെതിരെ പൊരുതുന്നുണ്ട്, പശ്ചിമ ബംഗാൾ അതിനെതിരെ പോരാട്ടം നടത്തുന്നുണ്ട്. കേരളത്തിന് സ്വാഭാവികമായും പ്രതിസന്ധിയുണ്ട്. കാരണം തമിഴ്നാട് പോലെയോ പശ്ചിമ ബംഗാൾ പോലെയോ അല്ല കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ തന്നെ വളരെ പരിമിതമായ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇത്തരം ഫണ്ടുകളൊക്കെ തന്നെ കേരളത്തിന് ആവശ്യമാണ്. പക്ഷെ അപ്പോഴും ഒരു രാഷ്ട്രീയ നിലപാട് അടിയറ വെക്കാതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു മുന്നോട്ട് പോയി ഒപ്പം തന്നെ ഈ ഒറ്റക്കെട്ടായി എല്ലാ പാർട്ടികളും, ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരം നിലപാട് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂന്നാം ഭരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മൂന്നാം ഭരണം സാധ്യമാകണമെങ്കിൽ തീർച്ചയായും ഈ LDF-നുള്ളിൽ തന്നെ ഒരു പ്രശ്നം എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു വിഷയം ഉയർന്നു വരാൻ പാടില്ല. വീണ്ടും ശ്രീ പോരോ എന്നാണ് ചോദ്യം. സ്മൃതി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുത്തിപ്പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വിജയവും പരാജയവും ഒന്നുമല്ല എന്ന് പറയുന്നു. അതിനുശേഷം വളരെ രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു: ഇനി ഈ SSKയുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള പൈസ കിട്ടിയില്ലെങ്കിൽ എന്നെ ഉത്തരവാദിയാക്കരുത് എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം അവരെടുത്തോളം എന്ന് പറഞ്ഞാൽ CPI ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് തന്നെയാണ്. അതിന് ബിനോയ് വിശ്വം മറുപടിയും നൽകി. വീണ്ടും ശ്രീപോരു തന്നെയാണ് അതാണ് പറഞ്ഞത്. ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി പറയുന്നു SSK ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് തനിക്കല്ല എന്ന് പറഞ്ഞാൽ വേറെ ആർക്കോ ആണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അതിനെ എതിർത്ത PM ശ്രീയിൽ ഒപ്പിടുന്നതിനെ എതിർത്ത CPIക്കാണ് ഉത്തരവാദിത്വം. അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ ബിനോയ് വിശ്വത്തിനാണ് അതിന് ഉത്തരവാദിത്വം. ഇതാണ് ശിവൻകുട്ടി പറയുന്നത്. പിന്നീട് നമുക്കറിയാം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട കരാർ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. PM ശ്രീ അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്ന രൂപത്തിലും അദ്ദേഹം പ്രതികരിക്കുന്നു. താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ ഇന്നലെയാണ് കത്തയക്കുന്നത്. അപ്പോൾ കത്തുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തോട് ചോദിക്കുമ്പോഴാണ് ഇടതു നയത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇടതു നയത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ എന്തിനാണ് ശിവൻകുട്ടിക്ക് അത് CPIയുടെ വിജയമായി മാത്രം തോന്നുന്നത്? ഇടതു നയമല്ലേ വിജയിച്ചത്? ഇടതു നയത്തിൽ CPM CPI ഉണ്ടല്ലോ. അപ്പോൾ ഇടതു നയം CPI മാത്രം കൊണ്ടു നടക്കുന്നതുകൊണ്ടാണോ CPM-ന് അതിൽ രോഷമുണ്ടായത്? അപ്പോൾ ഇടതു നയം വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇത് ആരുടെയും വിജയവും പരാജയവുമായി കാണേണ്ടതില്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. ശിവൻകുട്ടി പല കാര്യങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് പുരോഗമനപരമായ കാഴ്ചപ്പാട് പല വിഷയങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രായോഗികമായ നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഇതിൽ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചതാണ്, നമ്മൾ ഒരുപാട് ദിവസം ചർച്ച ചെയ്തതാണ്. ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഒപ്പിട്ടു എന്നിടത്താണ് CPI പതിവിന് വിരുദ്ധമായി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു പ്രതിഷേധം പുറത്തേക്ക് കാണിച്ചത്. ആ പ്രതിഷേധം വിജയം കണ്ടു. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി. അതുമായി ബന്ധപ്പെട്ട് ഒരു സമിതി രൂപീകരിച്ചെന്നും അവരത് പഠിക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം കൂടുതൽ പറയിക്കേണ്ടതില്ല എന്നൊരു വാക്കുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ അസ്വസ്ഥത എന്നത് അത് മന്ത്രി ശിവൻകുട്ടിയുടെ മാത്രം അസ്വസ്ഥതയല്ല, CPM-ന്റെ ആകെ അസ്വസ്ഥതയാണ്. CPM-ന്റെ തലപ്പത്തുള്ള പിണറായി വിജയൻ്റെ അസ്വസ്ഥതയുമാണ്. ആ അസ്വസ്ഥതയാണ് ഇന്ന് പിണറായി വിജയൻ്റെ ഡൽഹിയിലെ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ കണ്ടത്. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ PM ശ്രീ ചർച്ച ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര കാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്നു എന്ന ചോദ്യം ചോദിക്കേണ്ടതില്ല. അതിൽ മാധ്യമപ്രവർത്തനം നടത്താൻ തുടങ്ങണ്ട. ഒരു മാധ്യമ വിദ്യാർത്ഥിക്കും പത്രം വായിക്കുന്ന ഒരാൾക്കും അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകനും CPM-നെ അറിയുന്ന ആൾക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അറിയുന്ന ആൾക്കും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. കാരണം PM ശ്രീ എന്നുള്ളത് ഇടതു നയത്തിൽ വരുന്ന നയവ്യതിയാനമാണല്ലോ വിഷയം. ഇതിൽ NEP-യുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് കൃത്യമായ നിലപാടുണ്ട്, CPM-നും കൃത്യമായ നിലപാടുണ്ട്. CPM-ന്റെ ഏറ്റവും ഉയർന്ന ബോഡിയാണ് പോളിറ്റ് ബ്യൂറോ. അവിടെ സർക്കാർ ഒപ്പിടുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതില്ല. പക്ഷേ PM ശ്രീ നയപരമായ വിഷയമായതുകൊണ്ടാണത് കേരളം ചർച്ച ചെയ്തത്. ആ നയപരമായ വിഷയത്തിൽ CPM പിന്നാക്കം പോയി എന്നിടത്ത് അത് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇത് പാർട്ടി കോൺഗ്രസ് 3 വർഷം കൂടുമ്പോൾ പാർട്ടി കോൺഗ്രസ് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു, പ്രമേയം പാസ്സാക്കുന്നു. അങ്ങനെ പ്രമേയം പാസ്സാക്കിയ ഒരു വിഷയം കൂടിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം. ദേശീയ വിദ്യാഭ്യാസ നയത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണമെന്ന് പറഞ്ഞ നേതാക്കളാണ്. ലേഖനങ്ങളുണ്ട്, പ്രതികരണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ രേഖകളായിട്ടുണ്ട്. അത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ചർച്ച ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ രോഷം കൊള്ളേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അങ്ങനെ രോഷം കൊള്ളുന്നത് മൊത്തത്തിലുള്ള അസ്വസ്ഥതയാണ്. അത് ആ മാധ്യമപ്രവർത്തനോടുള്ള അസ്വസ്ഥതയല്ല, അത് യഥാർത്ഥത്തിൽ CPI-യോടുള്ള അസ്വസ്ഥതയാണ്, ബിനോയ് വിശ്വത്തോടുള്ള
ബോർഡിലെ അസ്വസ്ഥതയാണ്. ബിനോയ് വിശ്വം എന്ന് പറയുന്നത് അസ്ഥാനത്തുള്ള പ്രതികരണമാണ് ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി നടത്തിയെന്നാണ്. അസ്ഥാനത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുക്കങ്ങൾക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതാണ്? ആ കത്ത് വൈകിയത് എന്തുകൊണ്ടാണ്? ആ കത്ത് കൊടുക്കാതെ നീട്ടി വെച്ചു. മാധ്യമങ്ങൾ എല്ലാ ദിവസവും കത്ത് പോയില്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവസാനം ഇന്നലെ കത്ത് കൊടുക്കേണ്ടി വന്നു. ആ കത്ത് കൊടുക്കുന്നു എന്നിടത്ത് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇന്ന് മന്ത്രി ശിവൻകുട്ടി കാണിച്ചത്. ഇന്നിപ്പോൾ ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണം കൃത്യമാണ്. നേരത്തെ തന്നെ CP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അദ്ദേഹം തുടർന്നും പറയുകയാണ്. ഇതിൽ SSK ഫണ്ട് അത് അവകാശമാണ്, സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. അത് കിട്ടുന്നില്ല എങ്കിൽ, അത് കേന്ദ്രം നൽകുന്നില്ല എങ്കിൽ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഈ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഘട്ടത്തിൽ അതിൽ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു സാധ്യത പരിശോധിക്കുക പോലും ചെയ്യാതെ ഞങ്ങളിതാ സറണ്ടർ ചെയ്യുന്നു എന്ന രൂപത്തിൽ നിലപാടെടുക്കുന്നതും, ഞങ്ങൾ അതിൽ പോരാടുകയാണ് എന്ന നിലപാടെടുക്കുന്നതും രണ്ടാണ്. പോരാടുകയാണ് ഇടത് നയം. അപ്പോൾ ആ ഇടത് നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CP അതിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം, അതിൽ തുടക്കം മുതൽ എടുത്ത നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. കത്ത് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ഇതിന്റെ പ്രായോഗിക വശത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ സുനിൽ പറഞ്ഞ പോലെ പഞ്ചാബിന് നേരത്തെ ഇതിൽ നിന്ന് മാറി നിന്നു. ആദ്യം ഒപ്പിട്ടു. ആദ്യം ഒപ്പിട്ടു, പിന്നീട് മാറി നിന്നു. SSK ഫണ്ട് മുടങ്ങി, പിന്നെ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. പിന്നെ വീണ്ടും ഒപ്പിട്ടു. അതെ, അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ ഫണ്ട് നൽകാതെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു രീതിയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും അതുണ്ടാകാനുള്ള സാധ്യത അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന രേഖകളിലുള്ള കാര്യങ്ങളെല്ലാം പോലെ തന്നെ PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കേരളത്തിന് അങ്ങനെ പിന്നാക്കം പോകാൻ പറ്റുമോ? പഞ്ചാബ് പോയിട്ട് പിന്നെ തിരിച്ചു വരേണ്ടി വന്നല്ലോ. സമ്മർദ്ദമുണ്ടായി. സമ്മർദ്ദം എങ്ങനെ ഉണ്ടായി? കേന്ദ്ര സമ്മർദ്ദം ചെലുത്തി. കേന്ദ്രത്തിന് സമ്മർദ്ദമാണ് ഞാൻ പറഞ്ഞത്. അതെ, പൈസ വേണം എന്ന് പറയുമ്പോൾ നിലപാട് അടിയറ വെച്ചിട്ടാണോ പൈസ വേണ്ടത്? ആ പൈസ വാങ്ങുന്നതിൽ കോടതിയിലേക്ക് പോകാമോ എന്നൊരു സാധ്യത ആരായേണ്ടതുണ്ടോ എന്നുകൂടി ചോദിക്കാൻ വേണ്ടത്. ആ സാധ്യത ആരാഞ്ഞതിന് ശേഷമാണ് സറണ്ടർ ചെയ്യുന്നതെങ്കിൽ ശരി, മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു കോടതിയിലേക്ക് പോയി, അത് നടന്നില്ല, ഞങ്ങൾ പരിശ്രമിച്ചു, ഞങ്ങൾ യുദ്ധം ചെയ്തു, ആ യുദ്ധത്തിൽ ഞങ്ങൾ പോരാടി തോറ്റാണെന്ന് പറയും. ഇത് ആദ്യം തന്നെ അടിയറ വെക്കുകയാണല്ലോ. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കാര്യത്തിൽ ആദ്യം കേസ് പോവാ. അത് ശരി. അപ്പൊ തമിഴ്നാട് തമിഴ്നാട് PM ശ്രീയുടെ കാര്യത്തിൽ എന്താ നിലപാട്? PM ശ്രീയുടെ വിഷയത്തിലല്ല പോയത്. തമിഴ്നാട് പോയത് ഇതില്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കോടതിയിൽ പോയത് PM ശ്രീയുടെ കാര്യത്തിൽ തമിഴ്നാടിന്റെ നിലപാടെന്ന് കോടതിയിൽ പോയതല്ല. PM ശ്രീയുടെ കാര്യത്തിൽ തമിഴ്നാട് നിലപാടെന്ന് പറയുന്നത്. PM ശ്രീയുടെ അത് കോടതി പോയിട്ടില്ല. കോടതി പോയത് ആ വിഷയത്തിൽ നിലപാടെന്താണ്? കോടതി പോയത് എന്താ? PM ശ്രീയുടെ കാര്യത്തിൽ നിലപാടെന്താണ്? ദ്വിഭാഷാ വിഷയത്തിൽ മാത്രമേ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ. അതാണ് നിലപാട്. ദ്വിഭാഷാ വിഷയത്തിൽ മാത്രമേ ഞങ്ങൾക്ക് തമിഴ്നാടിന്റെ വിഷയത്തിൽ എതിർപ്പുള്ളൂ. പക്ഷേ കോടതി പോയ കേസ് അതല്ല. കോടതി പോയത് റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് CBSE സ്കൂളുകളിൽ ഫീസ് കൊടുക്കാൻ 60% ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് ഫീസ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ പൈസ SSK ആണ് ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി എന്നുള്ളത് കൊണ്ട് SST, അതായത് സർവശിക്ഷ അഭിയാൻ വഴി കൊടുക്കണം. ആ പണം കൊടുത്തില്ല. അതിന് സുപ്രീം കോടതി പോയി. അത് റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. PMC റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമല്ലേ? അല്ല, ഇവിടെ അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ് എന്നാണ് കത്ത് കൊടുത്തിരിക്കുന്നത് റഹീമിന്. അതാണ് ഇതിനകത്തെ വിഷയം. അതാണെന്നേ. ഇത് രണ്ടാ. തമിഴ്നാട് കേസ് പോയിരിക്കുന്നത് PMC വിഷയത്തിലല്ല. തമിഴ്നാട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട സാങ്കേതികമായി ഏത് കാര്യത്തിൽ കേസ് പോയി എന്ന് പറയാം. പക്ഷേ PM ശ്രീയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് നിലപാടുണ്ടെന്നേ. നിലപാടെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇനി തമിഴ്നാട് നിലപാടെടുത്താലും ഇല്ലെങ്കിലും കേരളത്തിനൊരു നിലപാടുണ്ടായിരുന്നല്ലോ. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് കേരളത്തിനൊരു നിലപാടുണ്ട്. അതിൽ വെള്ളം ചേർക്കുന്ന നിലപാടിലേക്ക് പോയി എന്ന് പറയുന്നത് നമ്മളാരുമല്ല, CPI ആണ്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് പറഞ്ഞത്. ആ നിലപാടിനെയാണ് തിരുത്തിക്കാൻ CPI ശ്രമിച്ചത്. അതിലിപ്പോൾ കത്തുപോയിരിക്കുന്നു. ഇനി അങ്ങോട്ട് പ്രായോഗികമായി ഇനി എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ഇനി അതിന് കേന്ദ്രത്തിന്റെ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു നിലപാട് പുറത്തേക്ക് എടുത്തിരിക്കുന്നത് CPI ആണ്. നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് CPI ആണ്. എല്ലാ സമയത്തും പ്രായോഗികത പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന് മുഴുവൻ അടിയറ വയ്ക്കാം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ RSSന്റെ ഉദ്ദേശം ഈ പാഠ്യപദ്ധതിയിലൂടെ കടന്നു കയറുക എന്നാണ്. അത് ഞങ്ങൾ അടിയറ വെക്കുന്നു എന്ന നിലപാടെടുക്കുന്നുണ്ടോ? അതറിയേണ്ടതുണ്ട്. RSSന്റെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ കഴിയുമോ? PM ശ്രീയും SSKയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഇവിടെ BJP തന്നെയാണ്. അത് ഒന്നിച്ച് നടപ്പാക്കുള്ളൂ എന്ന് പറയുന്നത് BJP തന്നെയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ PM ശ്രീ നടപ്പാക്കുന്നത്. അതെ, ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് PM ശ്രീ. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഷോക്കേസ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഈ PMC പദ്ധതി നടപ്പിലാക്കുമ്പോൾ
CPI എതിർപ്പ് പറഞ്ഞല്ലോ, ഈ NEP ആദ്യമായിട്ട് നടപ്പിലാക്കിയ വകുപ്പ് ഈ CPI മന്ത്രിയുടെ വകുപ്പിലല്ലേ? അതെനിക്കറിയില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം, ഒരു മിനിറ്റ് അത് ഏത് കാര്യത്തിലാണ്? അത് ഏത് കാര്യത്തിലാണ്? ഒരു മിനിറ്റ്, അത് ഏത് കാര്യത്തിലാണ്? അങ്ങനെ പറഞ്ഞു പോലെ അതങ്ങനെ പറഞ്ഞില്ല. NEPക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് അങ്ങനെയാണെങ്കിൽ NEPയുടെ ഭാഗമായ ഏത് കാര്യമാണ്? പാഠ്യപദ്ധതിയിൽ കാര്യങ്ങൾ പറയാം. ദീക്ഷാരംഭ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ ഓറിയന്റേഷന്റെ ഭാഗമായിട്ട്, ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കാർഷിക സർവകലാശാലയ്ക്ക് കൊണ്ടുവന്നു. ദീക്ഷാരംഭ് NEPയുടെ ഭാഗമാണ്. NEPയുടെ ഭാഗമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറയൂ. ദീക്ഷാരംഭ് എന്നുള്ള പ്രയോഗം ആ ഇൻഡക്ഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ടൈറ്റിൽ ചേഞ്ച് തന്നെ വന്നിരിക്കുന്നു. ശരി, ആ ടൈറ്റിൽ ചേഞ്ചിൽ എന്താണ് കാര്യങ്ങൾ വരുന്നത്? ആ ടൈറ്റിൽ ചേഞ്ച് ഇൻഡക്ഷന്റെ ഭാഗമായിട്ട് 4 years കോഴ്സ് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവിടേക്ക് കൊണ്ടുവന്നു. ആ സ്ട്രക്ചറിങ് നടപ്പിലാക്കി കഴിഞ്ഞു കാർഷിക സർവകലാശാല. അങ്ങനെയെങ്കിൽ CPIയോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ കാർഷിക വകുപ്പ് മന്ത്രി നമ്മൾ ചോദിച്ചത്. അപ്പൊ അത് നടപ്പിലാക്കി. പക്ഷെ അതൊന്നും കാര്യമായ കാര്യമല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, വിസിറ്റേഴ്സ് വൈസ് ചാൻസലർ അല്ലെങ്കിൽ വൈസ് ചാൻസലർമാരെ മറ്റു മേഖലകളിൽ നിന്ന് പ്രാക്ടീസിംഗ് പ്രൊഫസേഴ്സിനെ വിളിക്കാനായിട്ട് തീരുമാനമായി. മറ്റു മേഖലകളിൽ ചെറുവേൽ ഡാമിനെ തീരുമാനിച്ചു. സർവകലാശാലയിൽ മറ്റൊരു സർവകലാശാലയിലും NEPയുടെ ഭാഗമായിട്ട് മറ്റു പ്രൊഫഷനുകളിൽ നിന്ന് ഒരാളെ പരിചയസമ്പന്നത ഇല്ലാതെ പ്രൊഫസറായി തീരുമാനിച്ചിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ കണ്ടിട്ടില്ല. നാടൻ പാട്ട് പാടുന്ന ആളുകളെ. പക്ഷേ NEPയുടെ ഭാഗമായ ഒരു കാര്യം സ്വന്തം വകുപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ഒരു CPI മന്ത്രിയാണ്. NEPയുടെ ഭാഗമായി പാഠ്യപദ്ധതിയിലേക്ക് എങ്ങനെയാണ് RSS കടന്നു കയറുന്നത് എന്നുള്ളതാണ്. ഇത് ഇപ്പൊ RSS കാര്യമാണോ? പാഠ്യപദ്ധതി ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ CPIയുടെ പക്ഷം പറയുകയല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള നിലപാടല്ല. CPM അതല്ല പറയുന്നത്. CPM പറയുന്നത് എന്താണ്? ഇത് ഒപ്പിട്ടാലേ അത് കിട്ടുകയുള്ളൂ അതല്ലേ പറയുന്നത്. CPM പറയുന്നത് ഒപ്പിട്ടാലേ SSK ഫണ്ട് കിട്ടുകയുള്ളതാണ് പറയുന്നത്. ഇതാണ് CPM പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ CPI നിലപാട് അങ്ങനെ പറയുമ്പോൾ ഇടത് നിലപാടുള്ളവർ പരസ്യമായി ഇത്തരം വിമർശനങ്ങളിലേക്ക് വരുമ്പോൾ CPM പറയാലോ, എന്തുകൊണ്ട് പറഞ്ഞില്ല? മുന്നണിയിലുള്ള ഇനി എന്തിനാണ് കത്തയച്ചത്? വ്യക്തതയുണ്ടെങ്കിൽ എന്തിനാണ് കത്തയച്ചത്? പറയാൻ തുനിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. ആ മര്യാദ രണ്ടു കൂട്ടരും കാണിച്ചിട്ടില്ല. CPI മാത്രമാണ് ഈ വിഷയത്തിൽ വിശാലമായി. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ വിഷയം ഇത്രയധികം സങ്കീർണമായത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. എന്താ വിഷയം? സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റാക്കി മാറ്റിയത് 1976. അന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന. അന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്നത് CPI കൂടി ചേർന്നിട്ടുള്ള മന്ത്രിസഭയാണ്. എന്തായിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയപ്പോൾ CPIയുടെ നയം? അല്ല, അന്ന് BJP ഉണ്ടോ? എന്തു വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? സ്റ്റേറ്റിന്റെ അവകാശം അന്ന് BJP എന്താ വിഷയം? സ്റ്റേറ്റിന്റെ അവകാശമല്ലേ വിദ്യാഭ്യാസം? കേൾക്കൂ, അന്ന് അത് കൺകറന്റ് ലിസ്റ്റിൽ പോയില്ലായിരുന്നെങ്കിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ആ വിഷയം കിടന്നിരുന്നെങ്കിൽ, ഇന്ന് വിദ്യാഭ്യാസം സ്റ്റേറ്റ് വിഷയമായിട്ട് വന്നിരുന്നെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട നിലപാടിലാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. അതാണ് പ്രശ്നം. എന്തിനാണ് വിദ്യാഭ്യാസ നയത്തെ എതിർത്തത്? ഉണ്ടല്ലോ ഈ വിഷയങ്ങളിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും. CPIഎമ്മിന് കേരളത്തിൽ മാത്രമായിട്ടൊരു നയമില്ല. CPM എടുക്കുന്ന നിലപാട് ദേശീയ നയമാണ്. നോക്കൂ, SSAയുടെ ഭാഗമായിട്ടോ NEPയുടെ ഭാഗമായിട്ടോ ഇന്ത്യയിൽ ഒരു നയം കൊണ്ടുവരുമ്പോൾ കേരളത്തിന് വേണമെങ്കിൽ പൊരുതി നിൽക്കാം. എങ്ങനെ പൊരുതി നിൽക്കും? ഇപ്പോൾ വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, കരിക്കുലം തീരുമാനിക്കുന്നത് NEP തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ആവാം. അത് കേരളത്തിൽ ഒരിക്കലും RSSന്റെ സിലബസിന്റെ ഭാഗം വരില്ല. അത് നമുക്ക് ഉറപ്പാണ്. അത് കോൺഗ്രസ് ഭരിച്ചാലും ശരി, BJP അധികാരത്തിൽ വരാത്തിടത്തോളം കാലം. അങ്ങനെയാണോ ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിലെ കാര്യം? അവിടെ സ്റ്റേറ്റ് സിലബസിൽ എന്ത് കടന്നു വരും? RSSന്റെ ആശയങ്ങൾ കടന്നു വരും. നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ CPM ആ പാർട്ടി കോൺഗ്രസ് എഴുതി വെച്ചതിന്റെ കാര്യം എന്താ? ഇപ്പൊ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെയും വാഗ്ഭടാനന്ദനെയും പഠിപ്പിക്കാം. പക്ഷേ നിങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പോകുമ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഗോൾവാൾക്കറിനെയും ഈ പറയുന്ന ദേശീയമായിട്ട് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയത്തിൽ NEP കൊണ്ടുവരുന്ന സ്ട്രക്ചറിംഗ് എന്ന് പറയുന്നതിന് പല തലങ്ങളുണ്ട്. അതിലൊരു ഘടകമാണ് RSSന്റേത്. രണ്ടാമത്തത് അതിലെ എക്സിറ്റ് സമ്പ്രദായം, അതിലെ ഈ വിദ്യാർത്ഥികളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എതിരായിട്ട് നിൽക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ എതിരായിട്ടുണ്ട്. അതൊക്കെ വിശാലമായ അർത്ഥത്തിൽ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇവിടെ 30%. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സ്മൃതിയുടെ അറിവിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 30% ഈ NEP നടപ്പിലാക്കി കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത്. ഉച്ചധാര അഭിയാൻ എന്ന് പറഞ്ഞത് 4 വർഷത്തെ കോഴ്സ് വന്നു കഴിഞ്ഞു. NEPയുടെ ഭാഗം എന്താ CPI എതിർക്കാഞ്ഞത്?
അപ്പൊ CP എന്താ നടപ്പാക്കിയത്? CP നടപ്പിലാക്കിയത് വേറെ നിവൃത്തിയില്ല. റൂസയുടെ ഫണ്ട് കിട്ടണം. മൂന്നാമത്തതാ, റൂസയുടെ ഫണ്ടില്ലാതെ സർവകലാശാലയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നോട്ട് യു ഇന്റർനാഷണൽ കോൺഗ്രസും CPയും ചേർന്ന് 1976 അത് സ്റ്റേറ്റ് ലിസ്റ്റ് മാറ്റിയതാണ് എല്ലാത്തിനും പ്രശ്നം. 100%. അതാണ് അടിസ്ഥാനപരമായി അവിടേക്ക് പോയി. ഇനി 76ലേക്ക് പോവാം. നോക്കൂ, പറയുമ്പോൾ നമ്മളെല്ലാം എല്ലാം പറയണം. പറയുമ്പോൾ ചരിത്രം ആരാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് വിദ്യാഭ്യാസത്തെ ലിസ്റ്റിലേക്ക് മാറ്റിയത്? ചിത്രത്തിലുണ്ടായിരുന്ന RSS ഇവിടെ പിടിമുറുക്കുമ്പോൾ, RSSന്റെ നയങ്ങൾ പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ചെറുപ്പത്തിലെ പിടികൂടുക എന്ന കാര്യം വരുമ്പോൾ, അതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കൊരു നിലപാടുണ്ട്. നിങ്ങൾ ആ നിലപാട് ഘോരം പ്രസംഗിച്ചതാണ്. ഇപ്പോൾ ഫണ്ട് കിട്ടാതെ എന്ത് ചെയ്യാനെന്ന് കൈമറത്തുമ്പോൾ ആ ചോദ്യം ഉണ്ടാകും. ചെറിയ ഫണ്ടല്ല, 970 എങ്ങനെ കൈമലർത്തുക? ഇപ്പൊ വന്നിരിക്കുന്ന സിലബസിന്റെ പരിഷ്കരണം നോക്കൂ. ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തിലേക്കുള്ള സ്കൂളുകളിലേക്കുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും അച്ചടിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ഒരിടത്ത് ഈ NEPയുടെ ഭാഗമായിട്ടുള്ള പാഠപുസ്തകത്തിന്റെ ഏതെങ്കിലും കണ്ടന്റ് വന്നോ? ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിൽ SCERT നടപ്പിലാക്കുന്ന ഈ സ്കൂൾ സിലബസിന്റെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. എവിടെ? ഗാന്ധിവധവും മുഗൾ വധവും ഒഴിവാക്കിയപ്പോൾ നമ്മൾ പ്രത്യേകം പാഠപുസ്തകത്തിൽ അച്ചടിച്ച് ചേർത്തു. ആ ഒറ്റ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത്തത്, ഏറ്റവും ഒടുവിൽ ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് എല്ലാവരും ഘോര സംസാരിച്ചപ്പോൾ അത് വിദ്യാർത്ഥികൾ പഠിക്കട്ടെ എന്ന് കരുതി പ്രത്യേകം പാഠപുസ്തകത്തിൽ കൂട്ടിച്ചേർത്ത സംസ്ഥാനവും കേരളമാണ്. അങ്ങനെ ചിന്തിക്കുന്ന കേരളത്തിൽ NEP നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും RSSന്റെ അജണ്ട കടന്നു വരില്ല. പക്ഷേ കേരളത്തിന്റെ അവസ്ഥയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ. കുഴപ്പമില്ലാന്ന് മന്ത്രി പറഞ്ഞെങ്കിൽ അങ്ങനെ കുഴപ്പമില്ലാന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അതിൽ ഈ ഭാഗത്തിനാണ് കുഴപ്പം, ആ ഭാഗത്തിന് കുഴപ്പം പറയും. ഇവിടെ ആണവ കരാറിന്റെ പേരിൽ പുറത്തുനിന്നുള്ള പിന്തുണ വരെ പിൻവലിച്ച പാർട്ടിയാണ്. അങ്ങനെ നിലപാടുണ്ടായിരുന്ന ഒരു പാർട്ടിയാണിത് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ ഒരു നിലപാടിന്റെ ഭാഗമായി സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ച പാർട്ടിയാണ് പ്രകാശ് കാരാട്ടിന്റെ സമയത്ത്. ഒരു മുന്നണിക്ക് ഒരു നിലപാട് വേണ്ടേ? അല്ല, അതൊരു മുന്നണിയല്ലേ? പാർട്ടിയുടെ നിലപാട് നിലപാട് എന്താണുള്ളത് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. അതാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ CPIക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതാ ചോദിച്ചത്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഈ വിഷയത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സ്വാധീനം ഇല്ലാതിരിക്കാൻ, കേന്ദ്ര നിയമത്തിന് പ്രാബല്യം കിട്ടാതിരിക്കാൻ വേണ്ടി അന്ന് കൺകറന്റ് ലിസ്റ്റിലല്ല സ്റ്റേറ്റ് ലിസ്റ്റ് ഈ വിഷയം കിടക്കണമായിരുന്നു. എന്താ രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ CPIയുടെ ഒരു കാര്യമില്ലാത്ത പ്രതിഷേധത്തിൽ സമ്മതം മൂളിക്കൊണ്ട് കത്തയച്ചിരിക്കുന്നു. ശരി, സമ്മതിച്ചു. അല്ല, അതാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. ശരി, അതെ, കത്തയച്ച് കഴിഞ്ഞിട്ട് വന്ന വലിയ ആവേശത്തിൽ ഇടതു മുന്നണിയുടെ വിജയമാണ്. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ബിനോയ് അതോടെ പ്രസംഗമൊന്നും നടത്തിയിട്ടൊന്നും ബിനോയ് മൈക്ക് വെച്ചപ്പോഴാണ് CPയുടെ വിജയം എന്ന് പറഞ്ഞില്ല. CPയുടെ വിജയം എന്ന് പറഞ്ഞില്ല. ഇടതുനയത്തിലാണ് പൊള്ളുന്നത്. ഇതുകൊണ്ടാണ്. അതിനകത്ത് വസ്തുത വേണം, രാഷ്ട്രീയമായ സത്യസന്ധത വേണം. അതാണ് ആരെ പഠിപ്പിക്കും. ഇതിന് അവസരം ആർക്ക് കൊടുത്തു? കെ സുരേന്ദ്രൻ അവസരം കൊണ്ട് കൊടുത്തു. അവസരം കൊണ്ട് കൊടുത്തു. ഇവിടെ കാവിപ്പണം വേണോ തീരുമാനിക്കണം. കാവിപ്പണമാണോ ഇന്ത്യൻ കറൻസി? വിദ്യാലയങ്ങൾ കൊടുക്കേണ്ട പാവപ്പെട്ടവരുടെ പൈസയാണെന്ന്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. വലിയ ആവേശത്തിൽ പറയുന്നുണ്ടല്ലോ, ഈ കോൺഗ്രസ്സുകാർ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താ ഈ NEP അന്ന് നടപ്പിലാക്കിയത്? നമ്മളൊന്ന് ചർച്ച ചെയ്താണല്ലോ. എന്താ രാഷ്ട്രീയ സത്യസന്ധത? സ്മൃതിയെ കുറിച്ചല്ല, അല്ലല്ല, അത് കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിനെയും കൂടി ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ കൂട്ടിയേ പറഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. ഇതിന് സാഹചര്യം ഒരുക്കിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ കോൺഗ്രസ് സർക്കാരാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് വിഷയം മാറ്റിയത്. അത് മാറ്റിയതിൽ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് പിടിമുറുക്കാൻ പറ്റുന്നത്. ശരി, അതുകൊണ്ട് വിദ്യാഭ്യാസ നയം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് കൊണ്ട് അന്നേ ദീർഘദൃഷ്ടിയോടെ കാണണമായിരുന്നു. RSS ശക്തമാകും. RSSന്റെ 100ാം വാർഷികം ആകുമ്പോഴേക്കും പാഠ്യപദ്ധതിയിലേക്ക് മുഴുവൻ RSSന്റെ ക്രിസ്തുദൃഷ്ടിയാണ് എന്ന് സമ്മതിച്ചാൽ മതി സ്മൃതി. അതിനകത്ത് ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് സത്യസന്ധത വേണം. 3 ചോദ്യങ്ങളെ ഞാൻ ചോദിച്ചുള്ളൂ. ഇത് കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു? ഇരട്ടത്താപ്പല്ലേ കോൺഗ്രസിന്? എന്താ പറഞ്ഞത് KC വേണുഗോപാൽ? കർണാടകയിൽ BJP ഒപ്പിട്ടതെന്ന്. അങ്ങനെയാണോ? 2022 സെപ്റ്റംബറിലല്ലേ ഒപ്പിട്ടത്? അതിനുശേഷം തെലങ്കാനയിൽ 741 സ്കൂളുകളിൽ അത് തുടർന്നില്ലേ? രണ്ടാമത്തേത് വലിയ ആവേശത്തിൽ ഇപ്പോഴും തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടല്ലോ, രാജസ്ഥാൻ ഒപ്പിട്ടത് ആദ്യത്തെ ഘട്ടത്തിലല്ലേ? രാജസ്ഥാൻ കോൺഗ്രസിന്റെ സർക്കാർ ഒപ്പിട്ടത് 5493 കോടി രൂപ. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന, തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്ന, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുന്ന, രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ പറയുന്ന PMC പദ്ധതി ഒപ്പിട്ട് വാങ്ങിയിട്ട് കേരളത്തിൽ വന്ന SSKയുടെ പണം വേണ്ട, വാങ്ങരുത് എന്ന് പറയുന്നതിനകത്ത് എന്ത് രാഷ്ട്രീയമായ സത്യസന്ധതയുള്ളത്? കൺകറന്റ് ലിസ്റ്റിൽ ഈ വിഷയത്തെ കൊണ്ട് കളഞ്ഞ CPIക്ക് ഈ വിഷയത്തിൽ പറയാൻ എന്ത് രാഷ്ട്രീയ വ്യക്തതയുള്ളത്?
CPI ക്ക് രാഷ്ട്രീയ വ്യക്തതയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ CPI-യുടെ മറ്റു വകുപ്പുകളിലും അത് കാണിക്കണമായിരുന്നു. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന സമയത്ത് ചൂണ്ടിക്കാണിക്കണമായിരുന്നു. ഇതിപ്പോൾ അനാവശ്യമായ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ നേരത്തെ നടപ്പാക്കിയല്ലോ, അന്ന് CPI-ക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഇത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓരോ ഘട്ടം വരുമ്പോഴും ഇത് നമ്മൾ അങ്ങനെയാണ് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അത് പരിഹസിച്ചിട്ട് കാര്യമില്ല സ്മൃതി. അതാണ് നമ്മുടെ കേരളത്തിന്റെ ദുരവസ്ഥ. ഇത് പൊരുതിയിട്ടില്ല, അതാണ് പ്രശ്നം. ഇത്രയും കാലം നമ്മൾ നമ്മൾ മാത്രം മാറി നിന്നത് തമിഴ്നാട്. ഭരണം അവസാനിക്കാനുള്ള 6 മാസത്തിനിടയ്ക്ക് 40 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് 5 ലക്ഷത്തോളം വരുന്ന പെൺകുട്ടികൾ, 40 ലക്ഷത്തോളം വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾ, അവരുടെ യൂണിഫോമിനും അവരുടെ പഠനാവശ്യത്തിനുമുള്ള പണമാണ് SSK എന്ന് പറയുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ ആവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. ആ അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം അത് കേന്ദ്രാവിഷ്കൃത കാര്യത്തിൽ പറ്റില്ല. നിലവിൽ 280 കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ 22% മൊത്തം പദ്ധതികളും കേന്ദ്രം കൈയടക്കി വെക്കുമ്പോൾ അതിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അത് കേന്ദ്രത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അവിടെയാണ് പ്രശ്നം. ഒരിടവേള വേണം. PM ശ്രീയിൽ SSK ഫണ്ട് നൽകിയാലേ തരികയുള്ളൂ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വായിക്കാം. വീണ്ടും ശ്രീയിൽ പോരൂ എന്നാണ് ചോദ്യം. സ്മൃതി ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഈ SSA-യുടെ ഫണ്ട് PMCയിൽ ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കൂ എന്ന് കേന്ദ്രം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ വായിക്കുന്നത് ഈ 2025 ജൂലൈ മാസം 30-ാം തീയതി A. റഹീം എത്രയാണ്? ഇതാണ് ചോദ്യം. അതിനുള്ള മറുപടി, ആ കൊല്ലത്തെ SSA വിഹിതം എന്ന് പറയുന്നത് നിലവിൽ 420 കോടി രൂപ 91 ലക്ഷം രൂപയാണ് 2024-25. ഇനി എന്തുകൊണ്ടാണ് ഇത് കേരളത്തിന് വിതരണം ചെയ്യാത്തത്? കേരളം സമഗ്ര ശിക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. സമഗ്ര ശിക്ഷാ പദ്ധതി NEP 2020-മായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആണ്. അപ്പോൾ സമഗ്ര ശിക്ഷാ പദ്ധതി തന്നെ NEP-യുമായിട്ടാണ് കിടക്കുന്നത്. PMC അടക്കം എല്ലാം നടപ്പിലാക്കാൻ കേരളം തയ്യാറാകണം. സിൻസ് കേരള ഈസ് ഇംപ്ലിമെന്റിംഗ് സമഗ്ര ശിക്ഷാ സ്കീം വിച്ച് ഹാസ് ബീൻ അലൈൻഡ് വിത്ത് NEP 2020, it would be appropriate that the state comes forward to implement and showcase all the initiatives of NEP including under PMC സ്കീം. ഇതാണ് പറഞ്ഞിരിക്കുന്ന മറുപടി. ഇത് A. റഹീമിന് കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. ഇത് PMC നടപ്പിലാക്കാതെ ഈ പൈസയിൽ ഒരു പൈസ പോലും തരില്ല എന്നതിന് സൂചനയാണ് ഈ പറഞ്ഞിരിക്കുന്ന വാചകം. അതാണ് യഥാർത്ഥത്തിൽ ഈ ഒപ്പിടാനുള്ള കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ CPM-ന് പിഴച്ചൊരു ഭാഗമുണ്ട്. അത് പറഞ്ഞു തന്നെ പോകണം. അതെന്താണ്? CPI കൂടി ഇക്കാര്യത്തിൽ വിശ്വാസത്തിൽ എടുത്തുകൂടെ? പക്ഷേ ഈ വിഷയത്തിൽ CPI അത് സമ്മതിക്കില്ലെന്നറിയാം. കാര്യം CPI നേരത്തെ എടുത്തൊരു നിലപാടാണ്. CPI-യുടെ വകുപ്പല്ല വിദ്യാഭ്യാസ വകുപ്പ്. CPI-യുടെ മറ്റു വകുപ്പുണ്ട്, കൃഷി വകുപ്പ്. ആ കൃഷി വകുപ്പിൻ്റെ കാര്യത്തിൽ പ്രൈം മിനിസ്റ്റർ കിസാൻ സ്കീം അടക്കമുള്ള ഒരുപാട് പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതും സംസ്ഥാന സർക്കാർ ധനവകുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കണം. നെല്ലൊക്കെ സംഭരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന എല്ലാ പിടിവാശിയും ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് വായ്പ കൊടുത്താണ് പണമെടുക്കുന്നത്. അതുപോലും കേരളത്തിലെ ധനകാര്യ വകുപ്പ് അംഗീകരിച്ചു കൊടുത്തു CPI-യുടെ വകുപ്പിന്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല CPI നിലപാടെടുത്തത്. CPI നിർബന്ധം പിടിക്കും. പക്ഷേ അത് CPM വിശ്വാസത്തിലെടുക്കണമായിരുന്നു. മുന്നണി മര്യാദ ലംഘിച്ചു എന്നുള്ളത് ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്ന കാര്യമാണ്. കാരണം ഈ വാസുകിയെ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്ന സമയത്ത് അതിനുശേഷം നടന്ന ക്യാബിനറ്റിൽ ഈ വിഷയം തുറന്നു പറഞ്ഞില്ല വിദ്യാഭ്യാസ മന്ത്രി. അവിടെയാണ് പാളിച്ച സംഭവിച്ചത്. മുന്നണിയിലെ പാളിച്ച സംഭവിച്ചത് അതാണ്. പക്ഷേ അത് മന്ത്രി വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു തന്ത്രം എന്ന നിലയിലാണ്. അപ്പോൾ ഒന്ന്, SSK-യിൽ ഈ PMC-യിൽ ഒപ്പിടാതെ SSA ഫണ്ട് റിലീസ് ചെയ്യില്ല എന്നുള്ളതിന് രേഖാമൂലമായിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. 2, കുടിശ്ശിക 1, 2 അല്ല, 1156 കോടി രൂപയുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 117 കോടി രൂപ ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട് കിട്ടി. ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടരായ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട യൂണിഫോമിൻ്റെയും പഠന അലവൻസിൻ്റെയും ആനുകൂല്യങ്ങളുടെയും തുകയാണ്. അത് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന മട്ടിൽ കേന്ദ്രം പിടിച്ചുവച്ചിരിക്കുകയാണ്. നിലവിൽ നമുക്ക് നിയമപരമായി അതിനെതിരെ പോരാടുന്നതിനൊരു പരിമിതിയുണ്ട്. നമ്മുടെ മുന്നിൽ ഈ ഭീം കേസ് കിടക്കുന്നുണ്ട്. ആ ഭീം കേസിൽ വളരെ കൃത്യമായി പറയുന്നു, ആർട്ടിക്കിൾ 282 കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്രത്തിനൊരു ഡിസ്ക്രിഷണറി പവറുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ കേരളത്തിന് അല്ലെങ്കിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട സാമ്പത്തിക വിതരണത്തിലെ 22% 2 രീതിയിലാണ്. ഒന്ന് യൂണിയന്റെ ഗ്രാൻസിൻ്റെ ഇടായിട്ട് നൽകും, മറ്റൊന്ന് നികുതി വിതരണമായിട്ട് നൽകും. നികുതി ഒഴിച്ചു നിർത്തിയാൽ നികുതിയിൽ തന്നെ വലിയ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട് ഫിനാൻസ് കമ്മീഷൻ പ്രകാരം. രണ്ടാമത്തതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി 22% ഗ്രാൻസിൻ്റെ ഇടയിൽ കിടക്കുന്നത്. ആ 22% ഗ്രാൻസിൻ്റെ ഇടം എന്ന് പറയുന്നത് ഏകദേശം 4 ഗ്രാൻസിൻ സ്കേഡുകളും പൂർണ്ണമായിട്ടും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കുരുക്കായിട്ട് തീരുന്നത്. അതുകൊണ്ട് കോടതിയിൽ പോയി കേസ് ജയിച്ചു വന്നിട്ട് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചാൽ മതി എന്ന വാദം നിലനിൽക്കില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ടാണ് സർക്കാർ തിടുക്കപ്പെട്ട് PMC എങ്കിൽ PMC നടപ്പാക്കണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുമല്ലോ. ഒപ്പിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടിയാൽ ഈ പാവപ്പെട്ട കുട്ടികൾക്കുള്ള
വിദ്യാഭ്യാസമെങ്കിലും നേരെ ചൊവ്വേ നടക്കട്ടെ എന്ന് വിചാരിച്ചാവാം അത് ചെയ്തത്. പക്ഷേ അത് CPI കൂടി വിശ്വാസത്തിൽ എടുത്തു വേണമായിരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാം. ഇതിനെല്ലാം ഇടയാക്കിയ രാഷ്ട്രീയ സാഹചര്യം അത് കണ്ടു തന്നെ പോകണം, അത് പറഞ്ഞു തന്നെ പോകണം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അത് ഈ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന, സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഈ വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന് ആ പാപഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ഇപ്പോൾ PMC നടപ്പിലാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇതേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. അവിടെ SSA ഫണ്ട് കൃത്യമായിട്ട് കൊടുത്തു. ഒന്നും രണ്ടുമല്ല, 5243 കോടി രൂപ കോൺഗ്രസ് മാത്രം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, തെലങ്കാന, രാജസ്ഥാൻ, കർണാടക, ഈ ഛത്തീസ്ഗഡ്, അതേപോലെ ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടാണ് കേരളത്തിൽ PMC പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതെന്തോ കാവി അടിയറ വെച്ചിരിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചരണം നടത്തുന്നത്. അപ്പോൾ ഈ 3 വിഷയങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് പലരും രാഷ്ട്രീയ സത്യസന്ധത കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ മാത്രം കുരിശിലേറ്റുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ഇത് ഈ പൈസ കിട്ടിയില്ലെങ്കിൽ ഇതിന് ഉത്തരവാദി ആരാ? അത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ലേ? മന്ത്രിക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും ഈ വിഷയത്തിൽ? മന്ത്രി ആകെ സാധ്യതയുള്ള ഒരു കാര്യം ചെയ്തത്, അതിൽ മന്ത്രി സൂചിപ്പിച്ച വാക്ക് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറയും, ഇതൊരു തന്ത്രമായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ്. നമ്മൾ പൊരുതി നിൽക്കുന്നൊരു സംസ്ഥാനമാണ് നമ്മളല്ലേ, കേരളമല്ലേ. നമുക്ക് നൽകുന്ന ധനത്തിൻ്റെ കാര്യത്തിൽ, ധനവിതരണത്തിൻ്റെ കാര്യത്തിലുള്ള വിവേചനത്തിൻ്റെ പേരിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തത് മറ്റേതെങ്കിലും പാർട്ടിക്കാർ നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നോ? ഈ സർക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് CPI ഒപ്പം നിന്നതാ. എന്നിട്ട് ഈ സമയത്ത് ഇത് വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഒരു വിജയാഘോഷം എന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മന്ത്രി അതിനകത്ത് പ്രകോപിതനായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രകോപനത്തിന് ഒരു കാരണം കൂടിയുണ്ട്. കാരണം കത്ത് വൈപ്പിച്ചിട്ടൊന്നുമില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞത്. കാരണം മുഖ്യമന്ത്രി വിദേശത്തായിരുന്നത് കൊണ്ട് മാത്രമാണ് സാങ്കേതികമായി കത്ത് വൈകിയത്. എന്നിട്ടും CPI അതിൽ സമ്മർദ്ദം ചെലുത്തി എന്ന മട്ടിലുള്ള വാർത്തകൾ പുറത്തു വന്നതും വിദ്യാഭ്യാസ മന്ത്രിയെ പ്രകോപിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ശ്രീ പോരോ എന്ന ചോദ്യത്തിന്, ഈ പോരിന് ഒരു രാഷ്ട്രീയ സത്യസന്ധതയുടെ കുറവുണ്ട് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ടേക്ക്. അല്ല, ഈ കാര്യത്തിനകത്ത് ഈ ശിവൻകുട്ടി മിനിസ്റ്ററെ വലിയ രീതിയിൽ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണെന്ന് വായിക്കാം. LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് എന്ന് വിനയവിശ്വത്തിൻ്റെ പ്രസ്താവന കണ്ടു. ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ലക്ഷ്യമല്ല, വിജയത്തിൻ്റെയും പ്രശ്നമല്ലെന്ന് മന്ത്രി പറഞ്ഞു. എന്താണ് അർത്ഥം? ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തെറ്റുപറ്റി, ആ തെറ്റിൻ്റെ ഉത്തരവാദിത്തം ശിവൻകുട്ടിയാണെന്നാണ് അതിനർത്ഥം അല്ലേ? LDF രാഷ്ട്രീയത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ LDF രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾ തന്നെയല്ലേ ഈ പറഞ്ഞ ശിവൻകുട്ടിയും. അപ്പോൾ അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് പറ്റി തിരുത്തി അത് വിജയിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുക. അങ്ങനെയല്ല. RSSൻ്റെ അജണ്ട കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയേണ്ട ആളെന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കാരണം അദ്ദേഹം എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നതിന് കാരണമുണ്ട്. കാരണം 71 വയസ്സായ ആളാണ്. ഏറ്റവും ആദ്യം SFIൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ ആളാണ്, സംസ്ഥാന സെക്രട്ടറി ആയ ആളാണ്, CITയുടെ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റ് ആളായാണ്, സംസ്ഥാന സെക്രട്ടറി ആയ ആളാണ്, 55 വർഷത്തെ CPM രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യമുള്ള ആളാണ് ശിവൻകുട്ടി. അപ്പോൾ അദ്ദേഹത്തെ പോയി ഇതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലിയൊന്നും ഇടതുപക്ഷം LDF BJPൻ്റെ തുറക്കാൻ പോയ അക്കൗണ്ട് പൂട്ടിച്ച ആളാണ് അല്ലേ? അത്രയധികം BJPയോടും RSS രാഷ്ട്രീയത്തിനും പടപൊരുതിയ ഒരാൾ RSSന് വേണ്ടി എന്തോ അപരാധം ചെയ്തു എന്നുള്ള നിലയിൽ സംസാരിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് എന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാൻ മാത്രമുള്ള മനസ്സെത്തിയുള്ള ആളല്ല ശിവൻകുട്ടീനെ കണക്കാക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾ തിരുത്തൽ ശക്തിയായിട്ടുണ്ടാവും. എന്ത് തിരുത്തൽ ശക്തി? അങ്ങനെ തിരുത്തൽ ശക്തിയായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന NEP, ഈ പറയുന്ന CPI മന്ത്രിമാരുടെ ഭാഗത്ത് നടപ്പിലാക്കാൻ പാടില്ലല്ലോ. നടപ്പിലാക്കാൻ പാടുമോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താ സംഭവിച്ചെന്താ? ഈ പറഞ്ഞ ശിവൻകുട്ടി മിനിസ്റ്റർ, അതെ CPIൻ്റെ വകുപ്പല്ലല്ലോ. CPI എന്താ ചെയ്യേണ്ടിയിരുന്നത്? മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കണമായിരുന്നു അല്ലേ? മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്ത് ഇത് നടപ്പിലാക്കേണ്ടതെന്നല്ല പറയുന്നത്. CPIൻ്റെ ഏതെങ്കിലും വകുപ്പ് കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഈ CPM ഇടപെടുന്നത് കണ്ടോ? ഏതെങ്കിലും മന്ത്രിസഭാ യോഗത്തിൽ എണീറ്റ് നിന്ന് അഭിപ്രായം പറയുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന NEP നടപ്പിലാക്കിയപ്പോഴും ഈ പറഞ്ഞ കൃഷി വകുപ്പ് കേന്ദ്ര ഫണ്ട് വാങ്ങിയപ്പോഴൊക്കെ എണീറ്റ് നിന്ന് അഭിപ്രായം പറഞ്ഞ പോലെ അതിനൊരു പ്രത്യേകത അറിയോ? കൂട്ടുകക്ഷി ഭരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിന് ചെയ്യാൻ പറ്റില്ല. മന്ത്രിക്ക് അഭിപ്രായം പറയാം. സ്വന്തം നിലയ്ക്ക് ആദ്യമേ ഒപ്പിട്ട് നടപടിയിലേക്ക് കടന്നാൽ വിമർശനം പറയാൻ പറ്റില്ല. മന്ത്രിസഭാ യോഗത്തിൽ അല്ല, അത് ഞാൻ പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ഒരു സാധനം വന്നു, ചർച്ച ചെയ്തില്ല. അത് കഴിഞ്ഞാൽ ഇത് വന്ന് പൊതുമധ്യത്തിൽ വന്നിട്ട് എടുത്തിട്ട് അലക്കിയതിന് ശേഷം അയ്യോ ഞങ്ങൾ തിരുത്തൽ ശക്തിയായി മാറി നിൽക്കുക എന്ന് പറയട്ടെ. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ചർച്ച ചെയ്യുന്നത് മുഴുവൻ CPI ആണ്. CPMലെ LDFലെ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നത്. അതിന് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.
എന്ന് പറയുന്ന ശൈലിയിലേക്ക് മാറി. അത് എപ്പോൾ കൊണ്ടെത്തിച്ച ഈ പറയുന്ന ഇലക്ഷൻ മൂത്ത് നിൽക്കുന്ന സമയത്ത്, പഞ്ചായത്ത് ഇലക്ഷൻ മൂത്ത് നിൽക്കുന്ന സമയത്ത് കൊണ്ട് ചെയ്തത് CPI അല്ലേ? അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ കൈകാര്യം ചെയ്യാതെ ഇപ്പോഴാണ് ഇന്നാണ് പോലും ഈ പറഞ്ഞ PM ശ്രീ ചർച്ചയായത്. ഇന്നാണ് പോലും ഇലക്ഷൻ ഓർമ്മ വന്നത്. ഒരാഴ്ച മുന്നേ ഓർമ്മ വന്നില്ലേ? 2 ആഴ്ച മുന്നേ ഓർമ്മ വന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 55 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളെ വീട്ടിൽ നിർത്തിക്കൊണ്ട് ഇത് LDF രാഷ്ട്രീയത്തിന് വിജയമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട RSS രാഷ്ട്രീയം നാഷണൽ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു വിദ്യാലയങ്ങളിലും പഠിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്താണ്? NCERT ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗത്ത് ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. NCERT ഉൾപ്പെടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഇത് അരുൺ സാർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ അടുത്ത വർഷം നടപ്പിലാക്കേണ്ട എല്ലാ പുസ്തകങ്ങളും അച്ചടിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എവിടെ കൊണ്ട് RSS രാഷ്ട്രീയം കുത്തിക്കയറ്റാനാണ്? അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമോ? 994 കോടി രൂപ ഇവിടുത്തെ സാധാരണ 40 ലക്ഷം വരുന്ന പാവങ്ങൾക്ക് കിട്ടിയിട്ടെങ്കിൽ അവർക്ക് ജീവിതാംശം കിട്ടാതാവും, അവർക്ക് ജീവിക്കാൻ പറ്റാതെ ആവും. അത് ഈ പറയുന്ന സർക്കാരിനെ ഒറ്റപ്പെടുത്തുന്നവർക്കുള്ള പ്രശ്നം എന്താ? ഇവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മതി. സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് പണം എത്തിയില്ല, അവർ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ടില്ല, ക്ഷേമ പെൻഷൻ കിട്ടിയില്ല, എന്താ പറയുക? ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല എന്നല്ലേ പറയുക? 8 മാസം 9 മാസം ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു മാസം തെറ്റിയ പ്രശ്നമാണ്. കാരണം കേന്ദ്രം 54,000 കോടി രൂപ പിടിച്ചു വെച്ചേക്കാം. ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കേരളത്തിൽ ഈ പറഞ്ഞ നമ്മുടെ കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സമുദായത്തിൻ്റെ അവസ്ഥ എന്താ? കേരളത്തിൽ കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒറ്റ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാവില്ലായിരുന്നു. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ പിന്നെ ബിൽഡിങ്ങുകളാണ് ഈ പറഞ്ഞ 2015 2016 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തത്. എത്ര സ്കൂളുകളാണ് പൂട്ടാൻ പോയത്? സ്കൂളുകൾ മുഴുവൻ ഡെവലപ്പ് ചെയ്തത് ഈ മന്ത്രിസഭയുടെ നേതൃത്വത്തിലല്ലേ, ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? ഒന്ന് ആലോചിക്കും. ഇതൊന്നും പറയാതെ ഇതെന്താ അവസാനം ഈ ഒരു 4.5 വർഷം നല്ല രീതിയിൽ ഭരിച്ച്, കാരണം അദ്ദേഹത്തിന് അസുഖമുണ്ട്, അറിയില്ലേ? അസുഖമുണ്ടല്ലോ. ആ അസുഖത്തെ പോലും ആരും കുറ്റം പറയാൻ പല ആൾക്കാരും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞപ്പോഴും അദ്ദേഹം തൻ്റെ അടുത്തോട് നേരിട്ട് എന്തുകൊണ്ടാണ് 4.5 വർഷമായിട്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയെന്നുള്ളതാണ്. അതിനൊരു അർത്ഥമുണ്ട്. എന്താ അറിയോ? SFIൻ്റെ ജില്ലാ പ്രസിഡന്റായി തുടങ്ങിയ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്. വിദ്യാഭ്യാസ രാഷ്ട്രീയം എന്താ നല്ല രീതിയിൽ അറിയാം. അത് അവരെയാണ് പോയിട്ട് പഠിപ്പിക്കുന്നത്. 55 വർഷത്തെ വിദ്യാഭ്യാസ രാഷ്ട്രീയം പോയി പഠിപ്പിക്കുകയാണ്. ഇതാണ് LDF രാഷ്ട്രീയം. ഇങ്ങനെ തിരുത്തൽ. നിങ്ങൾ RSSനെ സപ്പോർട്ട് ചെയ്തു. എന്താ RSS സപ്പോർട്ട് ചെയ്തു? അപ്പോൾ വീണ്ടും ശ്രീ പോരു എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്.